കഴിഞ്ഞ മാസം 17-ന് ചേർന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയുടെ തീരുമാനം ഇതാണ്. ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് പാടെ തള്ളിക്കളഞ്ഞതായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിക്കണമെന്നാണ്. കസ്തൂരി രംഗം കമ്മിറ്റിയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ തത്വത്തിൽ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വിഡ്രോ ചെയ്യണം. പരിസ്ഥിതി നയം പോലും പ്രഖ്യാപിച്ച ഒരു പാർട്ടി പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നിഷേധാത്മക സമീപനം സ്വീകരിച്ചു എന്ന വിമർശനം പാർട്ടിക്കകത്ത് പിന്നീട് ഉയർന്നു. യൂത്ത് ലീഗ് നേതാവ് PM സാദിഖ് അലി അടക്കമുള്ളവർ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനും കസ്തൂരി രംഗൻ റിപ്പോർട്ടിനുമായി രംഗത്ത് വന്നു. തുടർന്നാണ് നിലപാട് പുനഃപരിശോധിക്കാനും സർക്കാർ നിശ്ചയിച്ച വിദഗ്ധ സമിതിക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുമായി മുസ്ലിം ലീഗ് ഉപസമിതിയെ നിശ്ചയിച്ചത്. ET മുഹമ്മദ് ബഷീർ അധ്യക്ഷനായ ഉപസമിതി 2 തവണ യോഗം ചേർന്നു. ജനപങ്കാളിത്തത്തോടെ പശ്ചിമഘട്ട സംരക്ഷണം ഉറപ്പാക്കുന്ന മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അനുയോജ്യമാണെന്ന വികാരമാണ് യോഗത്തിലുണ്ടായത്. എന്നാൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ചില നിർദ്ദേശങ്ങളിൽ മാറ്റം വേണമെന്ന അഭിപ്രായവും ഉയർന്നു. ഇതെല്ലാം പരിഗണിച്ചുള്ള കരട് റിപ്പോർട്ട് ഉപസമിതി ഉടൻ തയ്യാറാക്കും. പാർട്ടി നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ച ശേഷം ഉമ്മൻ അധ്യക്ഷനായ കസ്തൂരി രംഗൻ വിദഗ്ധ സമിതിക്ക് മുസ്ലിം ലീഗ് ഇക്കാര്യം നിർദ്ദേശങ്ങളായി തന്നെ സമർപ്പിക്കും. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.